ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രഭാത വചന ധ്യാനത്തിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം. തൊടുന്നതിനും പിടിക്കുന്നതിനുമൊക്കെ ശപിക്കുകയും പ്രാകുകയും ഒക്കെ ചെയ്യുന്നതായ ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാം. അവരിങ്ങനെ പറയും, ഞാനൊന്ന് പ്രാഗിയാൽ, ഞാനൊന്ന് ശപിച്ചാൽ നീ ഇല്ലാതെയായി പോകും, നീ മുടിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നതായ ആളുകളുണ്ട്. ദൈവഭക്തരോട് ഇതുപോലുള്ളതായ വാക്കുകൾ പറയുന്ന ആളുകളെയും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള, ആശ്രയമുള്ള, ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ ആളുകളെ ഇപ്രകാരമുള്ളതായ ഭീഷണി കൊണ്ടൊന്നും ഒതുക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളതായ ചില ചിന്തകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ട്. നമ്മളത് ഇന്ന് ധ്യാനിക്കുകയാണ്. നമുക്ക് വായിക്കാം സംഖ്യാപുസ്തകം 23-ാം അധ്യായം, അതിൻ്റെ 20-ാം വാക്യം. അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് അത് മറിച്ചുകൂടാ. മോവാബ് സമഭൂമിയിൽ പാളയമടിച്ചു കിടക്കുന്നതായ അനേകായിരമായ ദൈവജനത്തെ അഥവാ ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ മോവാബ് രാജാവായിരിക്കുന്ന ബാലാക്ക് ബിലയാം എന്ന പ്രവാചകനെ വിളിച്ചു വരുത്തുകയാണ്. പോരുന്ന സമയത്ത് ബിലയാം പറഞ്ഞു, പോരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ യഹോവയായ ദൈവം എൻ്റെ നാവിന്മേൽ എന്ത് തരുന്നോ അത് മാത്രമേ ഞാൻ പ്രസ്താവിക്കുകയുള്ളൂ. ചിലരങ്ങനെയാണ് പ്രവാചകന്മാരെ വിളിച്ചു വരുത്തുന്നത്, അവർക്ക് അനുകൂലമായിട്ടുള്ളതായ വാക്കുകൾ പറയേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ ബിലയാം അതിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനായിട്ടാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അദ്ദേഹത്തോട് രാത്രിയിൽ യഹോവയായ ദൈവം ഇങ്ങനെ സംസാരിച്ചു, ആ ജനം അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഒരു ശാപവാക്കുകളും നീ പറയരുത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പറയുന്നത് കേട്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ ശപിക്കുവാൻ നീ ഒരുമ്പിടരുത്, ഇതാണ് പറഞ്ഞത്. ബിലയാം ചെന്ന് നിന്നതായ സ്ഥലങ്ങളിലെല്ലാം താൻ ദൈവം അവൻ്റെ നാവിന്മേൽ കൊടുത്തതായ വാക്കുകളാണ് പ്രയോഗിച്ചത്. അക്കൂട്ടത്തിൽ പറഞ്ഞതായ വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് അത് മറിച്ചുകൂടാ എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ നാവിന്മേൽ തന്നതായ വാക്കുകൾ ഞാൻ ഈ ജനത്തിന് കൈമാറുന്നു, അല്ലെങ്കിൽ ജനത്തെക്കുറിച്ച് പറയുന്നു. അത് ശാപവാക്കുകളല്ല, അത് അനുഗ്രഹിക്കപ്പെട്ടതായ അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങൾ ഇതുപോലുള്ളതായ ശാപവാക്കുകൾ, പ്രാക്കുകളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടാകാം. എന്നാൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച ഒരാളാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. നിങ്ങൾ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ശാപവും കാരണം കൂടാതെ നിങ്ങൾക്ക് പറ്റുകയില്ല. അല്ല, ആ ശാപത്തിൻ്റെതായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതൊരു മനുഷ്യൻ കൊണ്ടുവരുന്നതായ ശാപമല്ല എന്ന് ഓർത്തിരിക്കണം. ഈ ദിവസങ്ങളിൽ നമുക്കിതെല്ലാം തിരിച്ചറിയാം. അതിനാണ് നമുക്ക് ദൈവവചനം തന്നിരിക്കുന്നത്. അതെ, ബാലാഖിൻ്റെ വാക്കുകളെക്കാൾ, ബാലാഖ് ആഗ്രഹിക്കുന്നതിനേക്കാൾ സർവശക്തനായ ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അതാണ് യഥാർത്ഥത്തിൽ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ആ ശാപവാക്കുകളോ അങ്ങനെയുള്ളതായ പ്രാക്കുകളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ അത് വിഷയമായി തീരുകയില്ല എന്ന് ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുവാൻ കഴിയട്ടെ. നമുക്ക് ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കാം. പരിശുദ്ധ പിതാവേ, നിങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതവും പകലും അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. തൃക്കരങ്ങളിലേക്ക് താഴ്ത്തുന്നു, യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.